പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായി ജെഡിസ് കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. 71st നാഷണൽ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് സ്റ്റാർലിങ്ങിന് ലഭിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ ആർമിക്കും പുതിയ വൈസ് ചീഫ്. ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കറ്റ് പുറത്തിറക്കി. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് 71st നാഷണൽ ഫിലിം അവാർഡ്സ് ഫോർ ദ ഇയർ 2023 അനൗൺസ്ഡ്. 2023 71ാമത്തെ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഇന്നലെയായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തയാണ്. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, സപ്പോർട്ടിംഗ് ആക്ടർ, സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്നിവയെല്ലാം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 1 പ്രഖ്യാപിച്ച 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? വിധു വിനോദ് ചോപ്രയുടെ 12ാമത് പരാജയം, 12th ഫെയിൽ എന്ന ചിത്രം. ഈ ചിത്രത്തിന്റെ ഡയറക്ടർ ആണ് വിധു വിനോദ് ചോപ്ര. അദ്ദേഹത്തിന്റെ ചിത്രമായിട്ടുള്ള 12th ഫിലിമിനാണ് 2023 71st നാഷണൽ ഫിലിം അവാർഡ് ഇന്നലെ പ്രഖ്യാപിച്ചതിൽ ദ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനുള്ള അവാർഡ് പങ്കിട്ടത് ആരാണ്? ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. ജവാൻ എന്ന ചിത്രത്തിലെ ഷാരൂഖ് ഖാനും 12th ഫെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള വിക്രാന്ത് മാസിക്കാണ് ഈ പ്രാവശ്യത്തെ 71st നാഷണൽ ഫിലിം അവാർഡിൽ ദ ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. രണ്ടുപേരാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഷാരൂഖ് ഖാനും മറ്റൊന്ന് വിക്രാന്ത് മാസി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? റാണി മുഖർജി. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേയിൽ അഭിനയിച്ച റാണി മുഖർജിക്കാണ് ഈ പ്രാവശ്യത്തെ ദ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ബെസ്റ്റ് ആക്ടർ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. ബെസ്റ്റ് ആക്ട്രസ് ആണെങ്കിൽ റാണി മുഖർജി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയത് ആരാണ്? സുദീപ് ദോ സെൻ. കേരള സ്റ്റോറി എന്ന ചിത്രത്തിനാണ് സുദീപ് ദോ സെന്നിന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന ഒരു അവാർഡ് ആണ് ദ ബെസ്റ്റ് ഡയറക്ടർ, അതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്. ഇതിൽ ബെസ്റ്റ് ഡയറക്ഷന് അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേരള സ്റ്റോറി എന്ന ചിത്രം, അതിൻ്റെ സംവിധായകനായിട്ടുള്ള സുദീപ് ദോ സെൻ ആണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടിയത് ആരാണ്? ജാനകി ബോഡിവാലയും ഉർവശിയും. രണ്ടുപേരാണ് ഈ പ്രാവശ്യത്തെ സഹനടിക്കുള്ള അവാർഡും പങ്കുവച്ചിട്ടുള്ളത്. ഒന്ന് ജാൻകി ബോദിവാലയും മറ്റൊന്ന് മലയാള ആക്ട്രസ് ആയിട്ടുള്ള ഉർവശിയാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളതും കേരളത്തിലെ വിജയരാഘവനുമാണ്. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഉള്ളൊഴുക്ക്. 71st നാഷണൽ ഫിലിം അവാർഡിൽ ദ ബെസ്റ്റ് മലയാളം ഫിലിമിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ്. അപ്പോൾ നിരവധി അവാർഡ്സ് ആണുള്ളത്, എങ്കിലും വളരെ പ്രധാനപ്പെട്ട അവാർഡുകൾ മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്, ബെസ്റ്റ് ഫിലിം എന്നിങ്ങനെ. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ്. സ്റ്റാർലിങ്ക് റിസീവ് ലൈസൻസ് ടു ലോഞ്ച് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് സ്റ്റാർലിങ്കിന് ലഭിച്ചു. സ്റ്റാർലിങ്ക് എന്ന കമ്പനി ഏത് രാജ്യത്തിൻ്റെതാണ്, ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് വരാൻ പോവുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ച US കമ്പനി ഏതാണ്? സ്റ്റാർലിങ്ക്. US കമ്പനിയായിട്ടുള്ള എലൻ മസ്കിന്റെ കമ്പനിയായിട്ടുള്ള സ്റ്റാർലിങ്കിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വേൾഡ് വൈഡ് നിരവധി രാജ്യങ്ങളിൽ ആണ് സ്റ്റാർലിങ്ക് എന്ന ഈ കമ്പനി സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും സ്റ്റാർലിങ്ക് എത്തിയിരിക്കുകയാണ്. ഇതിനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈസൻസ് ആണ് ഇപ്പോൾ സ്റ്റാർലിങ്കിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ മൊബൈൽ ടെലിഫോൺ യുഗത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? 1995 ജൂലൈ 31. 1995 ഇന്ത്യ മൊബൈൽ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഏതാണ്ട് പറയുമ്പോൾ 29 വർഷമായിട്ട് ഇന്ത്യയിൽ മൊബൈൽ സർവീസ് ഉണ്ട്. 1995 ജൂലൈ 31 ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. 2025 ജൂലൈ 30 വരെ ഇന്ത്യയിൽ എത്ര ടെലിഫോൺ കണക്ഷനുകളുണ്ട്?
1.2 ബില്യൺ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടി. 1.2 ബില്യൺ കണക്ഷൻസ് ആണിന്നിപ്പോൾ ഉള്ളത്. ഇതിൽ 1170.88 ദശലക്ഷം വയർലെസ്സും 36.20 ദശലക്ഷം വയർലൈൻ ആണ്. അതായത് ഇന്നിപ്പോൾ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ, അതായത് വയർലെസ് ആയിട്ടുള്ള ഫോൺ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ ജൂലൈ 30 വരെയുള്ള കണക്കനുസരിച്ചാണ് 1170.88 ദശലക്ഷം, അതായത് 1.1 ബില്യൺ കണക്ഷൻസ് ആണ് ഇന്നിപ്പോൾ വയർലെസ് ആയിട്ടുള്ളത്. ജൂലൈ 30 വരെയുള്ള കണക്കാണിത്. ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര ആശയ വിനിമയ മന്ത്രി ആരാണ്? ജ്യോതിരാദിത്യ സിന്ധ്യ. ഇപ്പോഴത്തെ യൂണിയൻ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ കണക്ക് സ്റ്റാർലിങ്ങിന് ലൈസൻസ് ലഭിച്ച കാര്യം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ 1.2 ബില്യൺ ടെലിഫോൺ കണക്ഷൻസ് ഉള്ള കാര്യങ്ങളെല്ലാം ജൂലൈ 30 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കാണിത്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ്. ന്യൂ വൈസ് ചീഫ് ഫോർ ദി ഇന്ത്യൻ നേവി ആൻഡ് ദി ഇന്ത്യൻ ആർമി. ഇന്ത്യൻ നാവികസേനയ്ക്കും ഇന്ത്യൻ ആർമിക്കും പുതിയ വൈസ് ചീഫ്. ഇന്നലെയായിരുന്നു പുതിയ, അതായത് ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ് മാറി, അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെയും വൈസ് ചീഫ് മാറി. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 1 നാവികസേന വൈസ് മേധാവിയായി ആരാണ് ചുമതലയേറ്റത്? വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ നേവിയുടെ വൈസ് ചീഫ്. അദ്ദേഹം ഓഗസ്റ്റ് 1, അതായത് ഇന്നലെ, ഇന്ത്യൻ നേവിയുടെ വൈസ് ചീഫ് ആയിട്ട് ചുമതല ഏറ്റെടുത്തു. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ. ഇന്ത്യൻ നേവിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന റാങ്ക് ആണ് അഡ്മിറൽ. അതിന് തൊട്ട് താഴെ വരുന്ന റാങ്ക് ആണ് വൈസ് അഡ്മിറൽ. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ ഏത് സംസ്ഥാനക്കാരനാണ്? 2025 ഓഗസ്റ്റ് 1 അദ്ദേഹം ഇന്ത്യൻ നാവികസേനയുടെ വൈസ് മേധാവിയായി ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ജില്ലയിലെ ഹിരാനഗർ. ഇപ്പോഴത്തെ ഇന്ത്യൻ നേവിയുടെ വൈസ് ചീഫ് ആയിട്ടുള്ള സഞ്ജയ് വാത്സ്യൻ, വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ, അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഹാമിർപൂർ ഡിസ്ട്രിക്റ്റിലെ ഹിരാനഗർ എന്ന സ്ഥലത്തുള്ള വ്യക്തിയാണ്. ഹിമാചൽ പ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു. വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ വൈസ് ചീഫ് ആയി കഴിഞ്ഞപ്പോൾ ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സുഖ്വീന്ദർ സിംഗ് സുഖു അദ്ദേഹത്തെ അനുമോദിച്ച്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരും അതുപോലെ തന്നെ അദ്ദേഹം ഏത് പ്രദേശത്തുള്ള വ്യക്തിയാണെന്നും നമ്മൾ ഇവിടെ ഈ കറണ്ട് അഫയേഴ്സിൽ ഇട്ടിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യൻ. 2025 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ആർമിയുടെ വൈസ് മേധാവിയായി ആരാണ് ചുമതലയേറ്റത്? ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ് മാറി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ് ആണ് ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗ്. ഓഗസ്റ്റ് 1 വൈസ് ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി ആയിട്ട് ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. 2025 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ് സ്ഥാനം ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗിന് കൈമാറിയതാര്? ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി. ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ് ആയിരുന്നു ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണി. അദ്ദേഹമാണ് ഇപ്പോൾ നിലവിലുള്ള ലഫ്റ്റനന്റ് ജനറൽ പുഷ്പേന്ദ്ര സിംഗിനെ വൈസ് ചീഫിന്റെ ആ സ്ഥാനം കൈമാറിയിട്ടുള്ളത്. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന റാങ്ക് ആണ് ജനറൽ. അതിന് തൊട്ട് താഴെ വരുന്ന റാങ്ക് ആണ് ലഫ്റ്റനന്റ് ജനറൽ. അതിന് താഴെ വരുന്ന റാങ്ക് ആണ് മേജർ ജനറൽ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ മറ്റൊരു ഹെഡിംഗ്, മാസ്കറ്റ് ഓഫ് ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് അൺവീൽഡ്. മാസ്കറ്റ് ഓഫ് ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന അടുത്തൊരു സ്പോർട്സ് ഇവന്റ് ആണ് റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഓഗസ്റ്റ് 9, 10 തീയതികളിൽ ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കും? രാജ്ഗീർ, ബീഹാർ. ബീഹാറിലെ രാജ്ഗീറിലാണ് ഈ വരുന്ന ഓഗസ്റ്റ് 9, 10 തീയതികളിൽ ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത്. ഇത് ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് ആണ്. 2025 ഓഗസ്റ്റ് 1 ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കറ്റ് ആരാണ് അനാച്ഛാദനം ചെയ്തത്? ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. അദ്ദേഹമാണ് വരാൻ പോകുന്ന വലിയൊരു ഈവന്റ്, അതായത് ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ്, അതിന്റെ മാസ്കറ്റ്, അത് ചിഹ്നം അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. 2025 ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കും? 8 രാജ്യങ്ങൾ.
8 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയൊരു ഈവന്റ് ആണ് വരാൻ പോകുന്ന ഓഗസ്റ്റ് 9-10 തീയതികളിൽ ബീഹാറിലെ രാജ്ഗീർ എന്ന സ്ഥലത്ത്. ഏഷ്യ റഗ്ബി അണ്ടർ-20 ചാമ്പ്യൻഷിപ്പിന്റെ മാസ്കറ്റ് എന്താണ്? അശോക എന്ന മുയലും അതിന്റെ ഉത്സാഹവും പ്രതീകപ്പെടുത്തുന്നു. ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മാസ്കറ്റ് അത് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 9-10 തീയതികളിലാണ് ഏഷ്യ റഗ്ബി അണ്ടർ-20 സെവൻസ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് ബീഹാറിലെ രാജ്ഗീറിലെ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ്, ഫസ്റ്റ് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഏതാണ്ട് 550ഓളം റെയിൽവേ സ്റ്റേഷൻസ് ആണ് ഉത്തർപ്രദേശിലുള്ളത്. അതിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുള്ളത്. 6 പ്ലാറ്റ്ഫോംസ് അടങ്ങുന്ന ഒരു വലിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഉത്തർപ്രദേശിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ലക്നൌവിലെ ഗോമതി നഗർ റെയിൽവേ സ്റ്റേഷൻ. ഈ കഴിഞ്ഞ ദിവസമാണ് ലക്നൌവിൽ ഗോമതി നഗർ റെയിൽവേ സ്റ്റേഷൻ അതൊരു പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ ആക്കി മാറ്റിയിട്ടുള്ളതും. 6 പ്ലാറ്റ്ഫോം അടങ്ങുന്ന ആ ഒരു സ്റ്റേഷൻ ഉത്തർപ്രദേശിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ്, ഒരു പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? റാണി കമലാപതി. മുമ്പ് ഹബീഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെട്ടിരുന്ന റാണി കമലാപതി എന്ന സ്റ്റേഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഭോപ്പാലിലാണത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിന്നും ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.